അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡ് ഇന്ന് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. എങ്കിലും ഞാനത് ചെറിയ രീതിയിൽ പറഞ്ഞു പോകാം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണുവും ശാലിനിയും വിഷ്ണു ശാലിനിയുടെ അടുത്ത് ചെല്ലുന്നു. അങ്ങനെ കുട്ടികളുമായിട്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ശാലിനിയോട് പറയും നമുക്കൊന്ന് പുറത്ത് പോയാലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പിന്നെ ശാലിനി പറയും എവിടത്തേക്ക്, നീ വരാൻ പറയാം. അങ്ങനെ ലോറിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ആകാശത്തിലേക്കൊക്കെ നോക്കുമ്പം കുറേ നക്ഷത്രങ്ങളിങ്ങനെ മിന്നി തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വിഷ്ണു ശാലിനിയോട് പറയും, കണ്ടോ നമ്മുടെ സ്നേഹിക്കുമ്പോൾ തന്നെ കണ്ടോ ആകാശം പോലും നമുക്ക് തുണയായി നിൽക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയും. അതുപോലെ നമ്മുടെ ലാലേട്ടൻ പറയുന്ന ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട്. മുന്തിരിവള്ളിൽ തൊടുക്കെ കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ പ്രേമിക്കുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് പറയുന്നത് എനിക്ക് വലുതായിട്ടൊന്നും പറയാനൊന്നും അറിയത്തില്ലടോ, ഞാൻ ഡിഗ്രിക്കൊന്നും പഠിക്കാനൊന്നും പോയിട്ടില്ലല്ലോ. പക്ഷേ അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ശാലിനി കൂടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ശാലിനി എടുത്ത് പൊക്കി ലോറിയിലേക്ക് കയറ്റുകയാണ്. ലോറിയിലേക്ക് കയറ്റിയിട്ട് പോകാമെന്ന് പറയുന്നു. അങ്ങനെ ലോറിയിലേക്ക് കയറ്റിയിരുത്തിട്ട് അടുത്ത് ചേർന്നിരിക്കാൻ പറയുന്നു. അങ്ങനെ ചേർന്നിരുന്ന് തോളിൽ ചാരിക്കിടന്നും വണ്ടി ഓടിച്ചും അങ്ങനെ അവർ ആ രാത്രിയിൽ ഡ്രൈവ് ചെയ്യുക. നല്ല മഴയുള്ള രാത്രിയിൽ രണ്ടുപേരും കൂടെ സ്നേഹത്തിൽ പ്രണയത്തിൽ അലിഞ്ഞു ചേർന്നിങ്ങനെ പോവുകയാണ്. പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം പപ്പിമോളും നമ്മുടെ സത്യയും ശാലിനിയുമായിട്ട് 3 പേരുമായിട്ട് കളിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഭയങ്കര പ്രണയ മുഹൂർത്തങ്ങളായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. നല്ല രസമായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്, തന്നെ കാണാൻ തന്നെ നല്ലതായിരുന്നു. അങ്ങനെ രണ്ടുപേരും മക്കളുമായിട്ട് ചേർന്ന് നിന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്യാമ വന്ന് ഇത് കാണുകയാണ്. അപ്പോൾ ശ്യാമയുടെ ഉള്ളിലൊരു വിഷമമൊക്കെ ഉണ്ടാകുന്നു. കാരണം ശ്യാമയാണെങ്കിൽ അത് കണ്ടപ്പം വല്ലാത്തൊരിത് ഫീൽ അവൾക്കായി. കാരണം മക്കളെയും കെട്ടിപ്പിടിച്ച് അവർ നിൽക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലൊരു വല്ലാത്തൊരു തോന്നി. അങ്ങനെ ശ്യാമ പോയി പുറത്തിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ശ്യാമ ആലോചിക്കുന്ന രോഹിത്തിനെ പറ്റിയാണ്. അവളുടെ കല്യാണം നടന്നതും പിന്നെ അതുപോലെ അവൾ ഹോസ്പിറ്റലായിരുന്ന സമയത്തൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ ശ്യാമ ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നീട് നമ്മുടെ സത്യഭാമയാണെങ്കിൽ മകൻ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ അവിടെ തന്നെ കിടന്ന് സത്യഭാമ ഉറങ്ങിപ്പോവുകയാണ്. വിഷ്ണു ശാലിനിയുടെ അടുത്താണല്ലോ. പിന്നീട് നമ്മുടെ രാഘവൻ നായരും പിള്ളയും കൂടെ നിൽക്കുന്ന സമയത്ത് നൂറിൻ്റെ അച്ഛൻ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ രാഘവൻ നായർ പറയുന്നു നൂറ് നല്ല മിടുക്കി കുട്ടിയാണെന്ന് എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. അപ്പം നൂറിൻ്റെ ഉപ്പ പറയുന്നു അവളുടെ കല്യാണമൊക്കെ ശരിയായി എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. അപ്പം നമ്മുടെ രാഘവൻ നായർ പറയുന്നു അവളെ ഇപ്പോഴേ കല്യാണം കഴിപ്പിക്കേണ്ട, അവൾ നല്ലൊരു മിടുക്കി കുട്ടിയാണല്ലോ, പഠിക്കാൻ നല്ല കഴിവുള്ള കുട്ടിയല്ലേ, അവളെ പഠിക്കാൻ അനുവദിക്കണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. എൻ്റെ മരുമോളെ കണ്ടില്ലേ, അവൾക്ക് ഒത്തിരി പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവൾ പിടിച്ചു നിൽക്കുന്നത് അവളുടെ ഈ ജോലി ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അവൾ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. ആ സമയത്താണ് നമ്മുടെ സത്യഭാമ ഓട്ടോയിൽ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ സത്യഭാമയെ കണ്ടപ്പോൾ അവർ ചോദിക്കുന്നത് എന്താ സത്യഭാമ ഇതൊക്കെ. അപ്പോൾ പറയുന്നത് ചെറിയൊരു പലഹാരം ഉണ്ടാക്കി വിൽക്കുന്ന പരിപാടി തുടങ്ങാൻ വേണ്ടിയാണെന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അപ്പം പുള്ളി പറയുന്നു ഇവിടുന്ന് എന്ത് തുടങ്ങിയാലും അത് രാശിയുള്ളതാണ്, അത് നടക്കട്ടെ എന്ന് പറയുന്നു, നല്ലതായി വരത്തേ ഉള്ളെന്ന് പറയുന്നു. അപ്പോൾ സത്യഭാമ പറയുന്നത് എന്തായാലും പരീക്ഷിച്ച് നോക്കാം എന്ന് പറയുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സത്യഭാമ അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് പുള്ളി പറയും രാഘവൻ നായർ പറഞ്ഞു ഞാൻ എന്തായാലും മനസ്സിൽ വയ്ക്കാം, അതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കാം എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. വേറൊന്നും അല്ലത് നൂറിനെ പറ്റിയാണ് പറഞ്ഞത്. അങ്ങനെ സത്യഭാമയോട് രാഘവൻ നായർ നീ എന്തുദ്ദേശിച്ച് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നു. എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് സത്യഭാമ പറയുകയാണ്. അങ്ങനെ സത്യഭാമ ഇതൊക്കെ ഉണ്ടാക്കി ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയൊക്കെ വിൽക്കുകയൊക്കെ ചെയ്യുക. ഇതൊക്കെ വിഷ്ണുവൊക്കെ കാണുന്നു. വിഷ്ണു അത് വളരെ വിഷമമാവുകയൊക്കെ ചെയ്യുന്ന സീനുകളാണ് നാളത്തെ എപ്പിസോഡിൽ. അതുപോലെ നമ്മുടെ പപ്പിമോളാണെങ്കിൽ സ്കൂളിൽ ഹോംവർക്കും പ്രൊജക്റ്റൊന്നും ചെയ്യാതെയാണ് പോയിരിക്കുന്നത്. കാരണം അവൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ വന്നാലേ ഞാനിത് ചെയ്യത്തുള്ളൂ, എനിക്ക് എൻ്റെ അച്ഛനെ വേണം എന്നുള്ള കാര്യമൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിൽ വളരെ വിഷമമാണുള്ളത്. അങ്ങനെ നമ്മുടെ ടീച്ചർ കുഞ്ഞിനെ എഴുതിയില്ലെങ്കിൽ പുറത്ത് നിൽക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പപ്പിമോളെ പുറത്തേക്ക് ഇറക്കി വിടുകയാണ്. വളരെ വിഷമത്തോടെ ആ കുട്ടി പുറത്ത് പോയി നിൽക്കുന്ന സീനുകളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ. അതുപോലെ വിഷ്ണുവായിട്ട് ചന്ദ്രബോസ് ഉടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്.
ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അതുപോലെ നമ്മുടെ കുടുംബശ്രീ യൂണിറ്റിലിരിക്കുന്ന അയാൾക്ക് ട്രാൻസ്ഫർ ഓർഡറൊക്കെ നമ്മുടെ ശാലിനി അയാളെ പണിഷ് ചെയ്യുന്ന സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സത്യഭാമ കുടുംബശ്രീ യൂണിറ്റുമായി എല്ലാ വീടുകളിലും കയറിറങ്ങുമോ, അതോ അവർ ഇനിയും അവരുടെ എന്താ പറയുക അഹങ്കാരത്തിന് എന്തെങ്കിലും കുറവ് വരുമോ എന്നൊക്കെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.